22ാമത്തെ ചോദ്യം. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്. അത് ഹനിക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ജോൺ ലോക്കിൻ്റെയാണ് കേട്ടോ. ജോൺ ലോക്ക്. 22 ഓപ്ഷൻ എ ആണ് ജോൺ ലോക്ക്. 23ാമത്തെ ചോദ്യം. 1946 സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽ വിറക് സമരം എന്നാണ് കേട്ടോ. തോൽ വിറക് സമരം നടന്ന സ്ഥലം ഏത്? തോൽ വിറക് സമരം ചീമേനി എസ്റ്റേറ്റിലാണ് കേട്ടോ. ഓപ്ഷൻ ബി കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിലാണ് തോൽ വിറക് സമരം നടന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 24ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത് ഏത് സമ്മേളനത്തിലാണ്? നമുക്കറിയാം. ഓപ്ഷൻ സി ലാഹോർ സമ്മേളനമാണ്. INCയുടെ ലാഹോർ സമ്മേളനം 1929 ആണ്. അപ്പോൾ 24ൻ്റെ ആൻസർ എന്നാണ് ഓപ്ഷൻ സി ആണ്. 25ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ കാലിബംഗൻ നഗരം ഏത് നദീതീരത്തായിരുന്നു? 25ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഖഗ്ഗർ കേട്ടോ. ഓപ്ഷൻ ഡി ഖഗ്ഗർ. 26ാമത്തെ ചോദ്യം. സിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഏത് മലനിരയിലാണ്? 26ാമത്തത് ഓപ്ഷൻ ബി ഹിമാചൽ കേട്ടോ. ഹിമാചൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം 27 ഏതാണ്? ഇത് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. ആൻസർ ഇല്ല. ഇതിൽ ക്യാൻസൽ ചെയ്താണ് കേട്ടോ. 28ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ കൊല്ലം കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ജലപാതയുടെ ഭാഗമാണ്? NW3 അല്ലേ. ദേശീയ ജലപാത 3 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 29ാമത്തെ ചോദ്യം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റേത്? 29 എ ആണ് ചിനൂക്ക് കേട്ടോ. ചിനൂക്ക്. 30ാമത്തെ ചോദ്യം. മൺസൂണിൻ്റെ രൂപം കൊള്ളലിന് കാരണമാകാത്ത ഘടകമേത്? ഏതാണ്? കർഷണം. ഓപ്ഷൻ ഡി കർഷണം കേട്ടോ. 31. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് എന്നാണ്? കേരളത്തിൽ എന്നാണ് നിലവിൽ വന്നത്? 31ാമത്തത് ഓപ്ഷൻ എ ആണ് ആൻസർ. 1994 ഏപ്രിൽ 23. 32ാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് തൃശ്ശൂർ കേട്ടോ. ഓപ്ഷൻ ബി തൃശ്ശൂർ. 33ാമത്തെ ചോദ്യം. അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ 1964 രൂപം നൽകിയ സ്ഥാപനം ഏത്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ CVC കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 34ാമത്തെ ചോദ്യം നോക്കാം. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ലോകസഭാ സ്പീക്കറാണ് കേട്ടോ. ലോകസഭാ സ്പീക്കറാണ്. 35ാമത്തെ ചോദ്യം. രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏതാണ്? 35 വയസ്സാണ് കേട്ടോ. 35 ആൻസർ. 35ാമത്തത് 30 വയസ്സാണ് കേട്ടോ. രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 30 വയസ്സാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിന്റെ മുദ്രാവാക്യമാണ്? 36 സി മഹിളാ ബാങ്ക് കേട്ടോ. മഹിളാ ബാങ്കാണ്. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിന്റെ മുദ്രാവാക്യമാണ്? മഹിളാ ബാങ്ക്. 37ാമത്തെ ചോദ്യം. സുവർണ നാര് എന്നറിയപ്പെടുന്ന ഉൽപ്പന്നം ഏതാണ്? ഓപ്ഷൻ സി ആണ് ചണം കേട്ടോ. ചണം. 38ാമത്തെ ചോദ്യം. തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? തിലോത്തമ. 38. തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? എള്ള് കേട്ടോ. എള്ള്. തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? എള്ളാണ് കേട്ടോ. ആൻസർ എള്ള്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 39ാമത്തെ ചോദ്യം. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 39ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കൊൽക്കത്ത. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല എവിടെയാണ്? കൊൽക്കത്ത. 40ാമത്തെ ചോദ്യം. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഓപ്ഷൻ എ ജംഷഡ്പൂർ കേട്ടോ. ജംഷഡ്പൂർ. 41ാമത്തെ ചോദ്യമാണ് അടുത്തത്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? 41 ബി ആണ് ബൊക്കാറോ. റഷ്യയുടെ സഹായത്തോടെ ബൊക്കാറോ കേട്ടോ. 42ാമത്തെ ചോദ്യം. ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഫൈക്കോളജി കേട്ടോ. ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 43ാമത്തെ ചോദ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്?
ഫൈബ്രിനോജൻ കേട്ടോ, ഫൈബ്രിനോജൻ. 44-ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്താണ്. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതെന്നാണ് ചോദ്യം. ഇവിടെ ബിയും സിയും കൊടുത്തേക്കുന്ന കാരണം കൺഫ്യൂഷൻ വരുന്നതാണ്. അപ്പോൾ എന്താണ്, അത് ക്യാൻസൽ ചെയ്തു. 45-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ആനക്കയം കേട്ടോ, ആനക്കയം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ആനക്കയം. 46-ാമത്തെ ചോദ്യം, ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? 46-ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, കരൾ കേട്ടോ, കരൾ. 47-ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്താണ്. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്, അത് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. 48-ാമത്തെ ചോദ്യം, രാസോർജം വൈദ്യുതോർജമാക്കുന്നത് ഏത്? രാസോർജം വൈദ്യുതോർജമാക്കുന്നത് ഏതാണ്? ബാറ്ററി കേട്ടോ, ഓപ്ഷൻ സി ബാറ്ററി. 49-ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത്? ഈ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത് ഏതിനാണ്? 49 ഓപ്ഷൻ എ ആണ്, വാതകങ്ങളിൽ കേട്ടോ, വാതകങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത്. 50-ാമത്തെ ചോദ്യം നോക്കാം. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് എത്ര തോതിലാണ് മർദ്ദം കുറയുന്നത്? 50-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒരു 10 മീറ്ററിന് 1 മില്ലി ബാർ കേട്ടോ, 1 മില്ലി ബാർ ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. 51-ാമത്തെ ചോദ്യം നോക്കാം. സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത്? ഓപ്ഷൻ എ ഭൂമി കേട്ടോ, ഭൂമിയാണ്. 52-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് ഓപ്ഷൻ സി മൗലികാവകാശങ്ങൾ. 53, ഭരണഘടനയിൽ വകുപ്പ് 324 പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻ ബി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 54-ാമത്തെ ചോദ്യം, അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ടാണ് ഏത്? ഹേബിയസ് കോപ്പസ് കേട്ടോ, ഹേബിയസ് കോപ്പസ്. 55, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ഈ വാക്കുകൾ ആരുടെയാണെന്നാണ് ചോദ്യം. 55 എ ആണ്, പ്ലേറ്റോ കേട്ടോ, പ്ലേറ്റോ ആണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണ്? പ്ലേറ്റോ കേട്ടോ, 55 എ പ്ലേറ്റോ. 56-ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളതിൽ ലാറ്ററേറ്റ് മണ്ണ് രൂപം കൊള്ളുന്നത് പ്രദേശം ഏത്? കേട്ടോ, ലാറ്ററേറ്റ് മണ്ണ് 56 സി ആണ് ആൻസർ. മൺസൂൺ മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശം കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ. 57-ാമത്തെ ചോദ്യം, ഭിന്നശേഷി ഉള്ളവർക്കായി IT പാർക്ക് നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? 57 എ ആണ് ആൻസർ. ഇതാണ് തെലുങ്കാന കേട്ടോ, തെലുങ്കാന. 58-ാമത്തെ ചോദ്യം നോക്കാം. 2018-ൽ തായ്ലൻഡിലെ ഗുഹയിൽ കുടുങ്ങിയത് ഏത് ഫുട്ബോൾ ടീമിലെ കുട്ടികളാണ്? 58 ബി ആണ്, വൈൽഡ് ബോർ കേട്ടോ, വൈൽഡ് ബോർ, ഓപ്ഷൻ ബി ആണ് ആൻസർ. 59-ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? 59 ഡി ആണ്, നവശേവ കേട്ടോ, നവശേവയാണ് കൂട്ടത്തിൽപ്പെടാത്തത് കേട്ടോ, നവശേവ. ബാക്കി 3 എവിടെയാണ്? ബംഗാൾ കടലും നവശേവ അറബിക്കടലിലുമാണ്, പടിഞ്ഞാറൻ തീരത്താണ്. 60-ാമത്തെ ചോദ്യം നോക്കാം. ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? 60-ാമത്തത് സി കൃഷ്ണ കേട്ടോ, ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ. 61-ാമത്തെ ചോദ്യം നോക്കാം. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ശെന്തുരുണി, ഓപ്ഷൻ ബി ശെന്തുരുണിയാണ്. 62-ാമത്തെ ചോദ്യം നോക്കാം. ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? നമുക്കറിയാം, പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പനാണ്. 63-ാമത്തെ ചോദ്യം, ഉദയഭൂമി ആരുടെ സമാധി സ്ഥലം? ഉദയഭൂമി ആരുടെ സമാധി സ്ഥലമാണ്? KR നാരായണൻ കേട്ടോ, KR നാരായണൻ. 64-ാമത്തെ ചോദ്യം, ഭർത്താവില്ലാത്ത സ്ത്രീകൾക്കും പിന്നോക്ക അവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? 64-ന്റെ ആൻസർ ഡി ആണ്, ശരണ്യ കേട്ടോ, ശരണ്യ. 65-ാമത്തെ ചോദ്യം, 941 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം ഏതാണ്? 65-ാമത്തത് എ ആണ്, കൈഗ കേട്ടോ, കൈഗ ആണവ നിലയമാണ്. 66-ാമത്തെ ചോദ്യം,
സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി എവിടെയാണ്? 66 സി ആണ് ആൻസർ, ആന്ധ്രാപ്രദേശ്. 67ാമത്തെ ചോദ്യം, ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നതാണ് ബി ജൂലൈ 11 കേട്ടോ. ജൂലൈ 11 ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11. ഓപ്ഷൻ ബി ആണ് ആൻസർ. 68ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി ആര്? 68ാമത്തത് ഓപ്ഷൻ എ ആണ്, മാഡം ബിക്കാജി കാമ കേട്ടോ. മാഡം ബിക്കാജി കാമ. 69ാമത്തെ ചോദ്യം, 0 ഡിഗ്രി രേഖാംശ രേഖയിൽ ഗ്രീൻവിച്ച് രേഖ അല്ലേ രാവിലെ 10 മണി ആയിരിക്കുമ്പോൾ 82.5 ഡിഗ്രി രേഖാംശത്തിൽ ഇന്ത്യൻ സമയം എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. 69 ബി ആണ് ആൻസർ, 3:30 കേട്ടോ. 3:30 വൈകിട്ട് 3:30 ആണേ. 70ാമത്തെ ചോദ്യം നോക്കാം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യം ഏതാണ്? 70ാമത്തത് സി ആണ്, ചൈന കേട്ടോ. ചൈന.